hello everyone. Hello. Welcome. മക്കളെ നോക്കൂ, നമ്മൾ ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്ച്വലി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഏത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് അല്ലേ. സോ നമ്മൾ എഡിറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഹിയർ വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കുക. ദ കിങ് സെന്റ് ഫോർ ദ മാൻസ് ഫാദർ, ദേ ഫൈൻഡ് ഹിം ആൻഡ് ബ്രോട്ട് ബിഫോർ ഹിം ദ കിങ്. He entered walking easily without crutches. അല്ലേ, ഇവിടെ നോക്കിയേ നിങ്ങൾ എന്താ ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കണേ, മിസ് പറഞ്ഞ ശരിക്കും ശ്രദ്ധിക്കണേ. ദ കിങ് സെന്റ് ഫോർ ദ മാൻസ് ഫാദർ. ഇവിടൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇവിടൊക്കെ നമുക്ക് എന്താ പാസ്റ്റ് ടെൻസിലാണ് സെന്റൻസ് തന്നിട്ടുള്ളത് അല്ലേ. ദേ ഫൈൻഡ് ഹിം, ബ്രോട്ട് ഹിം, ഹി എന്റേർഡ് ഒക്കെ എന്താണ് പാസ്റ്റ് ടെൻസ് ആണ്. സോ ഇതിൽ ആദ്യത്തെ തെറ്റ് ഇവിടെ എന്താണ്, മാൻസ് ആണ്. രാജാവ് എന്ത് പറഞ്ഞു, നമ്മുടെ കൃഷിക്കാരന്റെ അച്ഛനോട് ഹാജരാവാൻ പറഞ്ഞു. നമ്മൾ ഒരു ആളുടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഒരു അപ്പോസ്ട്രോഫി ഇടും അല്ലേ. അപ്പൊ ഇവിടെ എന്താണ്, മാൻസ് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പ്ലൂറൽ പോലെ എഴുതിയത് അപ്പോസ്ട്രോഫി ഇട്ടിട്ടില്ല. ദാറ്റ് ഈസ് എ റോങ്. അപ്പൊ ഇവിടെ എങ്ങനെ വേണം, മാൻസ് എന്ന് വേണം. രണ്ടാമത്തെ സെന്റൻസ് നോക്ക്, ദി ഫൈൻഡ് ഹിം. രണ്ടാമത്തെ സെന്റൻസ് എന്താ, ദി ഫൈൻഡ് ഹിം. ഫൈൻഡ് എന്ന് പറയുമ്പോ വീവൺ അല്ലടാ. നമ്മൾ നോക്കി ഇവിടൊക്കെ എന്താ യൂസ് ചെയ്തത്, ഇവിടെ നോക്കി, ഇവിടെ ബ്രോട്ട് ആണ്, ഇവിടെ എന്റേർഡ് ആണ്, ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷെ ഇവിടെ മാത്രം അവർ പ്രസന്റ് ടെൻസ് തന്ന്. അതെന്താ അങ്ങനെ തരാൻ പറ്റോ, ഇല്ല. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഉത്തരം എന്താടാ, ഫൈൻഡിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, ഇറ്റ് ഇസ് ഫൗണ്ട്. സോ ഇവിടെ എന്ത് വേണം, ഫൗണ്ട് വരണം. മൂന്നാമത്തെ നോക്കിയേ നിങ്ങള്, എന്താ അവിടുത്തെ മൂന്നാമത്തത്, ബ്രോട്ട് ബിഫോർ ഹിം ദ കിങ്. നമ്മൾ എങ്ങനെ പറയാ, രാജാവിന്റെ മുന്നിൽ അയാളെ കൊണ്ടുവന്നു. ബ്രോട്ട് ഹിം ബിഫോർ ദ കിങ് അല്ലേ വരാ. നമുക്കറിയാം ബ്രോട്ട് ഹിം, ആരെ കൊണ്ടുവന്ന്, വേർബിന് ശേഷം എന്ത് വരണം, ഒബ്ജക്റ്റ് വരണം. ആരെ കൊണ്ടുവന്നു, അദ്ദേഹത്തെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവരണം. അപ്പൊ ഇവിടെ നോക്ക്, മുന്നിൽ അദ്ദേഹത്തെ എന്ന് പറയാതെ നമ്മൾ എന്താ പറയാ, അദ്ദേഹത്തെ രാജാവിന്റെ മുന്നിൽ കൊണ്ടുവന്ന്. അങ്ങനെയല്ലേ നമ്മളത് ഡിസ്കസ് ചെയ്യേണ്ടത്, അങ്ങനെയാ പറയണ്ടേ. അടുത്ത നോക്ക്, ഇവിടെ ഹീ ആണ്. ഹീക്ക് ഒരു കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്, പുതിയ സെന്റൻസ് ആണ്. നമുക്കറിയാം ഒരു പുതിയ സെന്റൻസ് നമ്മൾ തുടങ്ങുമ്പോ, നമുക്കൊരു പുതിയ സെന്റൻസ് ആണ് നമ്മൾ തുടങ്ങുന്നതെങ്കിൽ, ഇഫ് വി ആർ ബിഗിനിങ് എ ന്യൂ സെന്റൻസ്, നമ്മൾ എന്ത് ഉപയോഗിക്കണം, വി ഷുഡ് യൂസ് എന്താണ്, വി ഷുഡ് ബിഗിൻ ദ സെന്റൻസ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം അല്ലേ. അപ്പൊ നോക്കി ഇവിടെ നോക്ക്, ഹീ ടു ഹീ ആവണം, ഹീ ടു ഹീ ആവണം. അടുത്ത നോക്കുക, entered walking easily without crutches. crutches എന്ന് പറയുമ്പോൾ സ്പെല്ലിംഗ് എന്തായി, crutches സ്പെല്ലിംഗ് കറക്ഷൻ ആയി. ഇങ്ങനെയാ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇതിന്റെ എന്ത് ചെയ്യുക, എഡിറ്റിംഗ് കണ്ടുപിടിക്കാം. ടെൻസ് നോക്കണം, നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ നോക്കണം, നമ്മൾ എന്ത് നോക്കണം, സെന്റൻസിന്റെ ഓർഡർ നോക്കണം, നമ്മൾ സ്പെല്ലിംഗ് കറക്ഷൻ നോക്കണം. ഇങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യും, ഉത്തരം കിട്ടും. അടുത്ത് നോക്ക്, ഇറ്റ് വാസ് എ 2 acre പ്ലോട്ട് ബൈ കോക്കനട്ട് പാംസ്. നിറയെ കോക്കനട്ട് പാംസ് ഉള്ള എന്തായിരുന്നു, ഒരു 2 ഏക്കർ ഭൂമിയായിരുന്നു. അപ്പൊ നമ്മൾക്കറിയാം അതോട് കൂടിയിട്ടുള്ള തെങ്ങുകളോട് കൂടി, തെങ്ങും തോപ്പ്, തെങ്ങുകളോട് കൂടിയുള്ള, കൂടി എന്നുള്ള അർത്ഥം വരുമ്പോ നമുക്കറിയാം നമ്മളിവിടെ എന്താ കൊടുക്കുക, നമ്മൾ വിത്ത് എന്നുള്ള അർത്ഥമാണ് കൊടുക്കുക അല്ലേ, ആണ്. ഇനി ഇവിടെ നോക്കുന്ന നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ദർ എന്ന് പറഞ്ഞ ന്യൂ സെന്റൻസ് ആണ്, പക്ഷെ ടി എന്താണ്, സ്മോൾ ലെറ്റർ ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം, ദർ കൊടുക്കണം. അടുത്ത നോക്ക് നിങ്ങള്, ഫോക്സസ് പ്ലൂറൽ ആണ്, പക്ഷെ ഇവിടെ വാസ് സിംഗുലർ ആ കൊടുത്തത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം, വേർ കൊടുക്കണം, കാരണം വേർ ആണ് പ്ലൂറലിന് കൊടുക്കുക അല്ലേ, ആണല്ലേ. അടുത്ത് നോക്കിയേ, they were ready to pounce. പൗൺസ് എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ക്യാപിറ്റൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ POUNSE ആണോ PONUCE ആണോ, എന്താണ് റൈറ്റ് ആൻസർ, നമുക്കറിയാം ഇറ്റ് ഈസ് പൗണ്ട്സ് അല്ലേ. ഓൺ എഹൻസ് എന്ന് പറഞ്ഞ ഒന്ന്. അപ്പൊ ഇവിടെ ഒരു അല്ല, പക്ഷെ എന്തുണ്ട്, കോഴികൾ എന്നിവിടെ പറഞ്ഞു അല്ലേ. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കണം, ഓൺ ദി ഹെൻസ്, കോഴികളുടെ മേലെ. അങ്ങനെ കൊടുത്ത സംഭവം എന്തായി, സെറ്റായി, സിമ്പിൾ ആണ്. ഓക്കെ, അടുത്ത നോക്കുക,
When I became the owner in a tiny little place of this white earth, I feel very happy. It was a 2-acre plot with coconut palms and a old house when live could we. ആദ്യത്തെ സെൻസ് നോക്കുക. When I became the owner in a tiny little piece അല്ലല്ലോ. നോക്ക് നമ്മൾ എങ്ങനെയാണ് when I became the owner of അല്ലേ പറയാ, ഞാനൊരു കുഞ്ഞു ഭൂമിയുടെ ഉടമസ്ഥനായപ്പോൾ. ഐ ഫീൽ ബാക്കി എല്ലാ സെന്റൻസും എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്, എന്തിലാണ്? പ്രസന്റ് ടെൻസിലാണ്. അപ്പൊ നോക്ക് ഇവിടെ ഫീൽ എന്നുള്ളത് നമ്മൾ എന്താക്കണം? പാസ്റ്റ് ടെൻസ് ആക്കണം. പാസ്റ്റ് ടെൻസിലാണ് എല്ലാ സെന്റൻസും തന്നതല്ലേ. മൂന്നാമത്തെ നോക്ക് ഇറ്റ്. ഇറ്റ് എന്ന് പറയുന്നത് ഒരു സെന്റൻസിന്റെ തുടക്കമായതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റൂല, നമുക്ക് ഒരിക്കലും സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ പറ്റൂല. വി ഷുഡ് യൂസ് ഇറ്റ്. എന്താണ് നമ്മളതിനെ അയ്യോ നമ്മൾ അതിന് എന്ത് ഉപയോഗിക്കണടാ? ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കണം അല്ലേ. നോക്കുക അടുത്തത് നോക്കിയ നിങ്ങള്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ലിവ് കുഡ് വി. നമ്മൾ അത് എങ്ങനെ പറയണം? വി കുഡ് ലിവ്. ഇങ്ങനെയാണ് എന്ത് പറയാ? വി കുഡ് ലിവ് എന്നാണെങ്കിൽ നമ്മൾ സെന്റൻസിന്റെ ഓർഡറിനാണ് ഇവിടെ എന്ത് കൊടുത്തത്? അവര് തെറ്റ് കൊടുത്തത്. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ടെൻസ് നമ്മൾ നോക്കണം, ക്യാപിറ്റൽ ലെറ്റർ നമ്മൾ നോക്കണം, വേർബ്സ് നോക്കണം, നമ്മൾ സെന്റൻസിൽ വാക്കുകളുടെ ഓർഡർ നോക്കണം അല്ലെ. സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് കറക്റ്റ് ഓർഡറിലാണ് തന്നതെന്ന്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. ഇത് ശ്രദ്ധിച്ചാൽ നമുക്ക് എന്താ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഉത്തരങ്ങൾ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു.